Good morning. Welcome back to class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അരിത്മെറ്റിക് മീനിൻ്റെ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസ്. ഇതിൽ ഏറ്റവും സാധാരണമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കണ്ടിന്യൂസ് സീരീസ് എന്നാണ് സ്ഥിരമായി ചോദിക്കാറ്. അത് എക്സാമിന് ക്ലാസ്സിൻ്റെ റേഞ്ച് തരും, അല്ലെങ്കിൽ കുട്ടികളുടെ മാർക്ക് തരും, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രായം തരും. ഇങ്ങനെ റേഞ്ച് തന്നിട്ട് നമ്മളോട് അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പം ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും നമ്മൾ കണ്ടിന്യൂസ് സീരീസിൻ്റെയൊക്കെ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. അത് ഡയറക്റ്റ് മെത്തേഡാണ്. ക്ലിയർ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക് മീനിൻ്റെ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻസ് നടത്തുക എന്നുള്ളത്. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് സീരീസ് 3 ടൈപ്പാണ്. അതിലാദ്യം പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ്, രണ്ടാമത്തെ ഷോർട്ട് കട്ട് മെത്തേഡ്, 3 സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. എന്നാലും ഒന്നുകൂടെ പറയാം. അതിൻ്റെ അരിത്മെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ എഫ്(x) ബൈ n അല്ലേ? ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും ഉണ്ട്. സാധാരണ ഡയറക്റ്റ് മെത്തേഡിൽ കാൽക്കുലേഷൻസ് ഒരുപാടുണ്ടാവും. പ്രത്യേകിച്ച് എക്സാം ഹാളിൽ കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് സമയമെടുത്ത് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് മെത്തേഡ് ആകുമ്പോൾ എന്താണ്, എഫ്(x) എന്നൊക്കെ പറയുമ്പം കാൽക്കുലേഷൻസ് കൂടും. ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പ് കുറച്ചുകൊണ്ട്, അതായത് നമ്മൾ കാൽക്കുലേഷൻസ് ഒന്നും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാനും കാൽക്കുലേറ്ററിൻ്റെ സഹായമില്ലാതെ ചെയ്യാനുള്ള 2 മെത്തേഡുകളാണ് ഷോർട്ട് കട്ട് മെത്തേഡും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും. അപ്പോൾ എക്സാമിന് സാധാരണ ഡാറ്റ തന്നിട്ട് പറയും സോൾവ് യൂസിങ് ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ മീൻ കാണാൻ പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഇക്വേഷൻ ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ സോൾവ് ചെയ്യാം. ഷോർട്ട് കട്ട് മെത്തേഡിൽ ഇവിടെ സിഗ്മ എഫ്(x) ബൈ n എന്ന് പറയുന്നു. ഇതിൽ ചെറിയ മാറ്റമുണ്ട്. എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ n. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലാണെങ്കിൽ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു ഇതേ ഇക്വേഷൻ തന്നെ എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ n ഇൻറ്റു സി. അപ്പോൾ അവിടെ പുതിയതായിട്ട് എന്ത് ചെയ്തു? ഒരു ഇൻറ്റു സി വന്നു. മനസ്സിലല്ലേ? ഇതാണ് 3 ഇക്വേഷൻസ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലത്തിലൂടെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് മറക്കണ്ട. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന 2 മെത്തേഡുകളാണ് ഷോർട്ട് കട്ട് മെത്തേഡും ഡീവിയേഷൻ മെത്തേഡും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ സിഗ്മ എക്സ് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് അരിത്മെറ്റിക് മീൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ഡിവൈഡ് ബൈ n. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആണെങ്കിൽ എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ n ഇൻറ്റു സി. ഓക്കെ, അപ്പോൾ ഇതിൽ 3 മെത്തേഡിൽ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? സെയിം ആണ്. ഓക്കെ, അതെങ്ങനെയാണ് സെയിം ആവുന്നത് എന്നുള്ളത് നമുക്ക് ഈ 3 മെത്തേഡ് ഉപയോഗിച്ച് ഒരു ചോദ്യം എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ സെയിം ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇതാണ് ചോദ്യം. അതായത് മാർക്സ്, ഒരു ക്ലാസ്സിലെ കിട്ടിയ മാർക്കുകളുടെ റേഞ്ചും ഓരോ മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ ഓരോ റേഞ്ചിൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ മാർക്ക് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. അപ്പോൾ 0 to 10 മാർക്ക് കിട്ടിയ 2 കുട്ടികൾ, 10 to 20 7, 20 to 30 10, 30 to 40 15 സ്റ്റുഡൻസ്, 40 to 50 20, 50 to 60 റേഞ്ചിൽ കിട്ടിയത് 16 ആൾക്ക്, 60 to 70 കിട്ടിയത് 6 കുട്ടികൾക്ക്, ആൻഡ് 70 to 80 കിട്ടിയത് 4 കുട്ടികൾക്ക്. സോ ഇനി നമ്മളിതെങ്ങനെ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ആകുമ്പോഴുള്ള ഇക്വേഷൻ എന്തായിരുന്നു?
എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇതാണെന്ത് ഡയറക്റ്റ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ റേഞ്ച് തരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്താണ്? അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക എന്നുള്ളതാണ്. കാരണം റേഞ്ച് തരുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് എക്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. എക്സ് എപ്പോഴും എന്തായിരിക്കും? സിംഗിൾ വാല്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെ റേഞ്ച് തരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അതായത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് നേരെ ആയിരിക്കും തരിക 2 കോളമായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ താഴേക്ക് അറേഞ്ച് ചെയ്ത് എഴുതണം. ഓക്കെ, അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇനി എന്താണ്? എക്സ് കാണും. ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് എന്ത്? ഫ്രീക്വൻസി എഫ്. മറക്കണ്ട, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ്. ഇനി നമ്മൾ കാണേണ്ടത് ഈ മാർക്സിൻ്റെ മിഡ് പോയിൻ്റ് കാണണം. കാരണം മിഡ് പോയിൻ്റ് കണ്ടെങ്കിൽ നമുക്ക് എഫുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ റേഞ്ച് 0 to 10 എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത കോൾ എഴുതേണ്ടത് മിഡ് പോയിൻ്റ് എക്സ്. ഓക്കെ, 0 to 10 അതിൻ്റെ മിഡ് പോയിൻ്റ് എങ്ങനെ കാണാം? 0 + 10/2 എത്ര? 10/2 5. അതുപോലെ ഓരോന്നും എന്ത് ചെയ്യണം? കണ്ടിട്ട് 10 to 20ൻ്റെ മിഡ് പോയിൻ്റ് 15, 20 to 30ൻ്റെ മിഡ് പോയിൻ്റ് 25, 35, 45, 55, 65, 75. ഓക്കെ, ഇപ്പം എന്താണ്? എക്സിനൊരു യുണീക്ക് വാല്യൂ ഉണ്ട്. ഇവിടെ 0 to 10 എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മറിച്ച് മിഡ് പോയിൻ്റ് കാണുമ്പോൾ എന്താണ്? ഈ 5ഉമായിട്ട് 2ന് എന്ത് ചെയ്യും? ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഇനി അടുത്ത ഇക്വേഷനിലുള്ള പോയിൻ്റാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എക്സുമായി ഫ്രീക്വൻസിയായി. അടുത്തെന്താണ്? എഫ് എക്സ് കാണണം. അപ്പോൾ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എക്സ് എത്രയാണ്? എഫ് ഇൻറ്റു എക്സ് 2 × 5 10, 5 × 15 ഏകദേശം 105, 250, 350 × 15 നോക്കാം. 15 × 35 525, 20 × 45 900, 16 × 55 880, 6 × 65 390, 4 × 75 300. എന്താണ്? നമുക്ക് എഫ് എക്സ് കിട്ടി. എഫ് എക്സ് കിട്ടിയാൽ അടുത്ത പോയിന്റ് എന്താണ്? നമുക്ക് കിട്ടേണ്ടത് സിഗ്മ എഫ് എക്സ് ആണ്, അല്ലെങ്കിൽ സമ്മേഷൻ ഓഫ് എഫ് എക്സ് എത്ര വരും? ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്യുക. 300 + 390 + 880 + 900 + 525 250 105 10 ഏകദേശം 3360 എന്ന് വരും. പിന്നെ ക്വസ്റ്റ്യനിൽ അടുത്ത പാർട്ട് എൻ ആണ്. എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ആണ്, അല്ലെങ്കിൽ സമ്മേഷൻ ഓഫ് ഫ്രീക്വൻസി എത്രയാണ്? 10 20 40 50 60 69 74 80. ഓക്കെ, ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ എഫ് എക്സ് എത്രയാണ്? 3360 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. ഇതാണെന്ത്? ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയുന്നത്. അത് എത്ര വരും? ഡിവൈഡഡ് ബൈ 80. 8 പോയാൽ 336 ഡിവൈഡഡ് ബൈ 8 42. അപ്പോൾ ഇവിടെ എന്താണ്? therefore സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 42 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതേ പ്രോബ്ലം വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്ത ഇക്വേഷൻ ഏതാണ്? ആവറേജ് കാണേണ്ട അടുത്ത ഇക്വേഷൻ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് ആകുമ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് ആകുമ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? a + സിഗ്മ
എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എ എന്താണെന്ന് അറിയണം. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം എന്താ ചെയ്യുക, ഗസ് ചെയ്യാൻ. ഇപ്പം 1 2 3 4 5 6 7 8 എന്തുണ്ട്, ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എക്സിൻ്റെ വാല്യൂ എന്നാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, അസ്യൂംഡ് മീന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ഒരു 3 ഇവിടെ ഉള്ളൊരു 3 പോയാൽ ബാക്കി വരുന്ന ഈ 2 അല്ലേ മിഡ് പോയിൻ്റ്, ഏകദേശം ഒരു മിഡ് പോയിൻ്റ്. ഞാൻ എന്ത് ചെയ്യണം, 45 എന്ന് ചൂസ് ചെയ്യണം. ഇനി 35 ചൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ആൻസർ സെയിം തന്നെ ആയിരിക്കും. ഞാൻ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യുക, 45 എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 45 ചൂസ് ചെയ്താൽ അതാണെന്ത്, അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അസ്യൂംഡ് മീനിനെ എ എന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. കാരണം അത് മാർക്ക് ചെയ്ത് വെക്കണം, കാരണം എക്സാം എഴുതുന്ന സമയത്ത് ഇൻവിജിലേറ്റർക്ക് ആ കുട്ടി ഏതാണ് അസ്യൂംഡ് മീനായിട്ട് എടുത്തത് എന്നുള്ളത് അറിയണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ എ എന്ന് മാർക്ക് ചെയ്യണം. പിന്നെ നമുക്കിവിടെ എഫ് എക്സിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്നത് എന്താണ്, നമ്മളിവിടെ പറഞ്ഞൊരു ഡി ഉണ്ട്. ഡി എന്നത് ഡീവിയേഷൻ ഫ്രം എക്സ്. ഡീവിയേഷൻ ഫ്രം എക്സ് എന്ന് പറഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. എക്സ് മൈനസ് എ, അതായത് ഈ അസ്യൂംഡ് മീനിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ എക്സിൻ്റെ വാല്യൂന്നും മൈനസ് ചെയ്യണം. അതാണ് ഡി എന്ന് പറയുന്നത്. ശരിയല്ലേ? സ്വാഭാവികമായിട്ടും അടുത്ത കോളം എന്തായിരിക്കും നമുക്ക് കിട്ടേണ്ടത്, ഡീവിയേഷൻ ഡി എക്സ് മൈനസ് എ എന്ന് തന്നെ എഴുതി വെച്ചോ. എന്നാൽ കുറച്ചും കൂടെ എന്താണ് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ ആദ്യത്തെ എക്സ് 5 മൈനസ് 45 മൈനസ് എത്ര വരും, 40 അല്ലേ. ഇനി അതേപോലെ തന്നെ 15 മൈനസ് 45 എത്രയാണ്, മൈനസ് 30. അങ്ങനെ പോകുമ്പോൾ മൈനസ് 20 മൈനസ് 10. 45 മൈനസ് 45 എത്രയാണ്, 0. ചെയ്യുമ്പോൾ എല്ലാ വാല്യൂ കൊണ്ടും എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്യണം. 55 മൈനസ് 45 10. 65 മൈനസ് 45 20. 75 മൈനസ് 45 30. ഇപ്പോൾ ഡി ആയി. ഇനി നമുക്ക് ഇക്വേഷനിൽ കിട്ടുന്നത് എന്താണ്, എഫ് ഡി ആണ്. സമ്മേഷൻ എഫ് ഡി ആണ്. സമ്മേഷൻ എഫ് ഡി എന്ന് പറയുന്നത് അടുത്തെന്ത് ചെയ്യാം, എഫ് ഇൻറ്റു ഡി. അതായത് കിട്ടിയ ഡീനെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് മൈനസ് 40 എന്ന് കിട്ടി. മൈനസ് 40 ഇൻറ്റു 2 മൈനസ് 80. മൈനസ് 30 ഇൻറ്റു 7 മൈനസ് 210 അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുക, 10 ഇൻറ്റു മൈനസ് 20 10 ഇൻറ്റു മൈനസ് 20 മൈനസ് 200 മൈനസ് 150 0. കാരണം 0 ഇൻറ്റു 20 0. 16 ഇൻറ്റു 10 160. 6 ഇൻറ്റു 120 6 ഇൻറ്റു 20 120. 4 ഇൻറ്റു 30 120. ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ എഫ് ഡിയുടെ എന്താണ്, സമ്മാണ്. അപ്പോൾ സിഗ്മ എഫ് ഡി സീക്വൽ ടു എത്ര വരും, ഇതൊന്ന് കൂട്ടിയിട്ട് 120 120 240 400 അല്ലേ. അപ്പോൾ 400 200 പോയി. ഈ 200 പോയാൽ ബാക്കി വരുന്നത് 150 80 230 240 മൈനസ് 240 എന്ന് വരും. മൈനസ് 240. അപ്പോൾ എന്തായി, എന്നിവിടെ ഓൾറെഡി നമ്മൾ കണ്ടത് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാം, ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു ഓക്കെ, എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് 45 പ്ലസ് സിഗ്മ എഫ് ഡി മൈനസ് 240 ഡിവൈഡഡ് ബൈ n 80. ഓക്കെ, മൈനസ് 40. അപ്പോൾ ഇതെന്താവും, ഈ 0 0 പോയാൽ ബാക്കി വരുന്നത് 45 മൈനസ് 24 ഡിവൈഡഡ് ബൈ 8
24 divided by 8 എന്ന് പറയുന്നത് 3. Therefore 45 minus 3 equal to 42. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചപ്പോഴും നമുക്ക് മീനത്ത് കിട്ടി 42 എന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ ഇതാണ് എന്ത് ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ടത് ഡി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഫ്രീക്വൻസിയുമായി മൾട്ടിപ്ലൈ ചെയ്ത് FD കണ്ടുപിടിച്ച് അതിൻ്റെ സമ്മേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ ആദ്യമേ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ എന്തൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ടേബിളിട്ട് പോകണം. ഓക്കെ, അപ്പം ക്ലാസ് ഇൻ്റർവെല്ലും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസിയും തന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം, ഡി കണ്ടുപിടിക്കണം. അതിന് മുമ്പ് അസ്യൂംഡ് മീൻ എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാ വെച്ചാൽ ഏകദേശം ഒരു മിഡ് പോയിൻ്റ് ഉള്ള ഒരു വാല്യൂ എടുത്താൽ മതി. ഓക്കെ, അതായത് 5നും പിന്നെ 75നും ഇടയിൽ ഓക്കെ ഒരു മിഡ് വാല്യൂ എടുക്കുക. അതിനെന്ത് ചെയ്യാം, ഓരോ എക്സൊന്നും മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത് ഡി എന്ന് പറയുന്നത്. ആ ഡിയെ എഫുമായി മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ സമ്മ് കാണുന്നതാണ് സിഗ്മ FD എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനി ഇതിൽ ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ളത് ഏതാണ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എന്താണ്, ഇക്വേഷനിൽ ചെറിയ മാറ്റമുണ്ട്. എന്ത് വരും, ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് സിഗ്മ FD ഡിവൈഡ് ബൈ n ഇൻറ്റു സി. സി എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഡിഫറൻസ് ആണ്. ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഡിഫറൻസ് ആണ് എന്ത് സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ പിന്നെ ഡി കണ്ടുപിടിച്ചു. പക്ഷേ ഡി കാണുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതെന്താണ്, ഈ കാൽക്കുലേഷനിൽ നമുക്ക് വാല്യൂസൊക്കെ എന്തായി ചെറുതായി കിട്ടി. ഡയറക്റ്റ് മെത്തേഡിൽ കണ്ടപ്പോൾ ഇവിടെ 300ഉം 400ഉം ഒക്കെ ആയിരുന്നു വാല്യൂസ് വന്നിരുന്നത്. ടോട്ടൽ 3360 വന്ന് അത് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ എന്ത് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ വാല്യൂ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ എന്താണ്, വീണ്ടും എന്ത് ചെയ്യും, വാല്യൂ ഒന്നും കൂടെ ചെറുതാവും. അപ്പോൾ ടോട്ടലും ഒക്കെ കാണാൻ നമുക്ക് എന്താണ് എളുപ്പമാണ്. അപ്പോൾ ഇനി ഇതിൽ ചെയ്യേണ്ടത്, ഇവിടെ ഡി എന്ന് പറയുന്നതിന് ചെറിയ വ്യത്യാസമുണ്ട്, x-a ഡിവൈഡഡ് ബൈ സി. അപ്പോൾ സി നമ്മൾ പറഞ്ഞു എന്താണ്, ക്ലാസ് ഇൻ്റർവെല്ലാണ്. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0 to 10 എന്ന് പറയുന്നത് അതിൻ്റെ ഇൻ്റർവെൽ എത്രയാണ്, 0 മുതൽ 10 വരെയുള്ളതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ എത്രയായിരിക്കും, 10 ആണ്. ഇവിടെയാണെങ്കിൽ ഇവിടെയും 10 ആണ്, ഇവിടെയും 10 ആണ്, ഇവിടെയും 10 ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, സെയിം ക്ലാസ് ഇൻ്റർവെല്ലുള്ള റേഞ്ചുകളാണ്. അപ്പോൾ സി എടുക്കുക എങ്ങനെയാണ്, രണ്ട് ക്ലാസ് ഇൻ്റർവെല്ലുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ 0ക്കും 10നും ഇടയിലുള്ളത് 10, 10നും 20നും ഇടയിൽ 10, 20 to 30 10, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, 10 - 0 10, 20 - 10 10, 30 - 20 10, 40 - 30 10, 50 - 40 10. അങ്ങനെ എന്താണ്, ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും എന്താണ്, ക്ലാസ് ഡിഫറൻസ് എന്താണ്, 10 ആണ്. അപ്പോൾ കോമൺ അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്. ക്ലിയർ? അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വാല്യൂ മാറ്റി എഴുതണം. അപ്പം x-a ഇവിടെ പിന്നെ 5 - 45 ഡിവൈഡ് ബൈ 10 -40/10 -4. ഇവിടെ 15 - 45 ഡിവൈഡ് ബൈ 10 -30 ഡിവൈഡ് ബൈ 10 -3. അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്താണ്, 25 - 45 -20/10 -2. 35 - 45 -10/2 -10/10 -1. 45 - 45 0/10, that means 0. ഇവിടെ 10/10 1, 20/10 2, 30/10 3. അപ്പോൾ ഡി ആയി.
ഇനി എന്ത് ചെയ്യണം? ആ ഡിയുടെ ഫ്രീക്വൻസിയുമായിട്ട് എന്ത് ചെയ്യണം? കാരണം ഇക്വേഷനിൽ എന്താണ്? എഫ് ഡി, സിഗ്മ എഫ് ഡി എന്നാണ്. അപ്പോൾ എഫിനെ ഡിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു -4 -8, 7 ഇൻറ്റു -3 -21, അങ്ങനെ 10 ഇൻറ്റു -2 -20, 15 ഇൻറ്റു -1 -15, 0, 16 ഇൻറ്റു 1 16, 6 ഇൻറ്റു 2 12, 4 ഇൻറ്റു 3 12. നമുക്ക് കിട്ടേണ്ടത് സിഗ്മ എഫ് ഡി ആണ്. സിഗ്മ എഫ് ഡി എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇത് ആഡ് ചെയ്യുക. അപ്പം എഗെയിൻ ഇത് ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര വരും? 12 12 24 40 40 14 ബാക്കി 15 23 24 -24 എന്ന് വരും. ക്ലിയർ? അപ്പോൾ നമുക്ക് സിഗ്മ എഫ് ഡി കിട്ടി. ഓൾറെഡി എൻ ഇവിടെ ഉണ്ട്. സി എത്രയാണ്? ഈ കേസിൽ സി എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സി. ഓക്കെ, അപ്പോൾ ഇവിടെ എ എത്രയാണ്? 45 പ്ലസ് സിഗ്മ എഫ് ഡി ഇൻറ്റു എൻ ഡിവൈഡ് ബൈ എൻ, അപ്പോൾ -24 ഡിവൈഡ് ബൈ 80 ഇൻറ്റു സി എത്രയാണ്? 10 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 45 0 0 പോയാൽ -24 ഡിവൈഡ് ബൈ 8, അഗെയിൻ 3, 45 - 3 42, 45 - 3 42. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മുകളിലേക്ക് മാറ്റി എഴുതാം. ഇവിടെ 45 -24 ഡിവൈഡ് ബൈ 8, 0 0 കട്ട് ചെയ്ത് പോയി. ബാക്കി എത്ര വരും? 24 8 പോയാൽ 3. ദാറ്റ് മീൻസ് 45 - 3 42. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും എന്താണ്, ഈ 3 മെത്തേഡിലും നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 42 ആണ്. അപ്പം 3 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആണ്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തപ്പോൾ ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. സിഗ്മ എഫ് എക്സ് എന്നൊക്കെ പറയുന്നത് വലിയ സംഖ്യയായിരുന്നു. രണ്ടാമത്തെ മെത്തേഡിലേക്ക് വരുമ്പോൾ ആ സംഖ്യ ഒന്നും കൂടെ ചെറുതായി. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലേക്ക് എത്തിയപ്പോൾ വീണ്ടും എന്തായി? വളരെ സംഖ്യ ചെറുതായി. നമുക്ക് എളുപ്പം കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വാല്യൂസ് വന്നത്. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഡിവൈഡഡ് ബൈ സി പലരും മറന്നു പോകുന്ന സംഗതിയാണ്, അത് മറക്കാതിരിക്കുക. അതിൽ എക്സ് മൈനസ് എ എന്നുള്ളതാണ് ഷോർട്ട് കട്ട് മെത്തേഡിലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി ആണ്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഫ് ഇൻറ്റു ഡി ചെയ്യുന്നത്. അപ്പം മറക്കണ്ട, ഈ പ്രോബ്ലംസ് കൃത്യമായി വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.